എ വി ജയശങ്കറുണ്ട് നമുക്കപ്പം കൊല്ലത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. എ വി ജയശങ്കർ, പത്തനാപുരത്ത് ഒരു കണ്ടക്ടറെ കയ്യോടെ പിടികൂടി എന്ന് കേട്ടു. എങ്ങനെയായിരുന്നു സംഭവം ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. പത്തനാപുരം ഡിപ്പോയിലെ ഒരു കണ്ടക്ടറാണ് ഇത്തരത്തിൽ സീറോ ടിക്കറ്റ് പുരുഷന് നൽകിയതുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാൾ 18 രൂപയുടെ ടിക്കറ്റാണ്, അതായത് സീറോ ടിക്കറ്റാണ് ഒരു പുരുഷൻ അടിച്ചു കൊടുത്തത്. പിന്നീട് ഈ CMDയുടെ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ബാഗിൽ നിന്നും 40 രൂപ അധികം, അതായത് കണക്കിൽപ്പെടാത്ത തുക 40 രൂപ അധികം കണ്ടെത്തി. രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ കയ്യിലുള്ള തുകയും വിവരങ്ങളൊക്കെ തന്നെ ഏൽപ്പിച്ച ശേഷം വേണം ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ 40 രൂപ അധികമാണ്. അത് ഇയാൾ ഈ തരത്തിൽ തന്നെ വെട്ടിച്ചതാണെന്നൊരു സംശയമുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥനോട്, കണ്ടക്ടറോട് വിശദീകരണം നൽകാനുള്ളൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ ഡോക്ടർ അരുൺ വ്യാപകമായി ഇത്തരത്തിൽ പ്രിയദർശിനി ബസ്സുകളിൽ സീറോ ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകുന്ന ഒരു ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാമത് KSRTC പ്രിയദർശിനി സർവീസുകൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. ഈ നഗരത്തിന് പുറത്ത് പല ഭാഗത്തേക്കും ഇത്തരത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പരാതി കഴിഞ്ഞ കുറേ ദിവസമായി ഉയർന്നു. പല കണ്ടക്ടർമാരോടും വിശദീകരണം തേടി പലരും അബദ്ധം പറ്റിയെന്നൊരു മറുപടി നൽകി. അങ്ങനെ അതിനുശേഷമാണ് ഈ പരിശോധനകൾ കൂടുതൽ വ്യാപകമാക്കിയത്. എന്തായാലും വിജിലൻസ് ഇൻസ്പെക്ടർമാർക്ക് ജില്ലയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തൽക്കാലം വിട്ടേക്കൂ, പ്രിയദർശിനി ബസ്സുകളിൽ വ്യാപകമായി പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് അശ്വിൻ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്ന പരാതി KSRTCക്ക് ലഭിക്കുന്നുണ്ട്. പലരും തെളിവുകൾ സഹിതം, ടിക്കറ്റുകൾ സഹിതം വ്യാപകമായി ഒരു ബസ്സൊക്കെ കേന്ദ്രീകരിച്ച് പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരിശോധന ജില്ലയിൽ കർശനമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും പത്തനാപുരം ഡിപ്പോയിലെ കണ്ടക്ടറാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്നത്. ഇയാൾ നൽകിയിരിക്കുന്ന വിശദീകരണം അബദ്ധം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് അധികമായി ലഭിച്ച തുകയും ഒപ്പം തന്നെ ഈ ടിക്കറ്റ് നൽകിയതൊക്കെ ബന്ധപ്പെട്ട് എന്തായാലും വിശദീകരണം ഇയാളിൽ നിന്ന് ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ വ്യാപകമായ പരിശോധന ഇതിനോടകം തന്നെ ഈ വിഷയവുമായി ജയശങ്കറാണ് നൽകിയത്. ആലോചിക്കും, 40 രൂപയെ ഈ കണ്ടക്ടറുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. ഇപ്പോൾ KSRTCയുടെ ചട്ടം അനുസരിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് കണ്ടക്ടർ ആണെങ്കിൽ പോക്കറ്റിലിരിക്കുന്ന പൈസയൊക്കെ അവിടെ ഏൽപ്പിച്ച് ക്ലീനായിട്ട് വേണം പോകാൻ. അപ്പോൾ അല്ലെങ്കിൽ അതിന് സോഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഈ പൈസ 40 രൂപ കണ്ടെത്തിയെന്നത് മാത്രമല്ല, പുരുഷ യാത്രക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് സീറോ വാല്യൂ ടിക്കറ്റ് കൂടി കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് 18 രൂപ വാങ്ങി അത് സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ടു. ബാഗിൽ ഇടേണ്ട പൈസ പോക്കറ്റിലേക്ക് ഇട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ദുർബലയായിട്ട് പോകുന്നു. അതിനിടയിലാണ് പരിഷ്കാരവുമായിട്ട് ഈ പ്രിയദർശിനിയായിട്ട് മാറിയത്. ആ പ്രിയദർശിനിയുടെ ഉള്ളിൽ നിന്ന് കയറി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പ്രിയദർശിനിയിൽ ഉള്ള ചില കണ്ടക്ടർമാർ, എല്ലാവരും അല്ല കേട്ടോ, വളരെ കുറച്ചാളുകൾ ഈ പണിയാണ്. പിന്നെ എങ്ങനെ ഈ പ്രസ്ഥാനം നന്നാവും?